ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മേൻ്റെ അടുത്ത് പോകുക കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളാട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇപ്പോൾ ഓട്ടോക്കാരൻ വരും. ഞാൻ ബസ്സിൻ്റെ അടുത്ത് വരെ ഓട്ടോയ്ക്ക് പോകും, മഴയായതുകൊണ്ട്. ഇപ്പോൾ ചേട്ടനില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചേട്ടൻ എന്നെ കൂട്ടും, അങ്ങോട്ട് എന്നോട് ബസ്സിന് വരാൻ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഇതാ ഞാനൊരു തുളസിക്കതിരൊക്കെ പറിച്ച് തലയിൽ കുത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പോയിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതാ എനിക്ക് പോകാനുള്ള ഓട്ടോ വരുന്നുണ്ട്, ഞാൻ ഓട്ടോയിൽ കയറിപ്പോട്ടെ. അങ്ങനെ ഇതാ കൂട്ടുകാരെ, 11 മണിയായി കേട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് വീട് കാണുന്നത് കണ്ടോ. ഞാൻ ഇവിടുന്ന് ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങി 2-3 ബസ് കയറിയിട്ടാട്ടോ ഇവിടെ എത്തിയ. നല്ല മഴയാട്ടോ ഇങ്ങോട്ടൊക്കെ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ വീട്ടിലൂടെ ഒന്ന് കയറി നോക്കട്ടെ, ആരെയും കാണുന്നില്ല. അപ്പം ഇന്ന് ഞാൻ വരുമെന്നൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. ഇതാട്ടോ എൻ്റെ വീട് ഉണ്ടോ. അപ്പോൾ ഇതാ കൂട്ടുകാരെ, ഞാൻ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ച്. ഇവിടെ ഭയങ്കര മഴയാട്ടോ. അതുകൊണ്ടോ മുറ്റത്തൊക്കെ നല്ല അടിപൊളി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴ ഈ ഭാഗത്ത്. കണ്ണപ്പംകുണ്ട് അടിവാരം, കണ്ണപ്പംകുണ്ട് ഭാഗം കേട്ടോ. കണ്ണപ്പംകുണ്ടാണ് ഇതുള്ളത്, എൻ്റെ വീടുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു. വരുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ നല്ല സുന്ദരി റോസപ്പൂര കാണിച്ചില്ല കേട്ടോ. ഇവിടെ എനിക്ക് നല്ല മെറൂൺ കളർ റോസപ്പൂ, നല്ല ഭംഗിയില്ല കാണാൻ ഉണ്ടോ. ഇത് രസമല്ലേ. പിന്നെ ഇത് റോഡ് സൈഡാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇതാണ് റോഡ്. ഇവിടുന്ന് ഇവിടെ കയറുന്ന വാതിലൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് വീടുകളാണ് കേട്ടോ, 2 സൈഡും വീടുകളാണ് ഉള്ളത്. നല്ല മഴയായതുകൊണ്ട് നമുക്ക് ചുറ്റും നടന്ന്. ഇനി ഇതിൻ്റെ ബേക്ക് ഭാഗത്ത് പുഴയാട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ മഴ കുറഞ്ഞിട്ട് പുഴ കാണിച്ചു തരാം കേട്ടോ. പുഴ നല്ല വെള്ളമുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ കെട്ടിയെടുത്തതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും കയറുന്നില്ല കേട്ടോ. അടുത്ത് തന്നെ കിണറുണ്ട്. അതുകൊണ്ടോ കിണർ കാണിച്ചു തരാം കേട്ടോ. കാണുന്നില്ല അല്ലേ, മഴ കൊണ്ട് വലയിട്ടേക്കുവാണ്. പിന്നെ ഇതാ നമ്മുടെ, ഞാൻ ഇവിടെ നട്ടോ പനിക്കൂർക്കൽ കൊണ്ടുപോയിട്ട് നട്ടത്. ഇതാ പനിക്കൂർക്കലുണ്ട്. എനിക്ക് ഇന്നും കുറച്ച് പനിക്കൂർക്കൽ ഇവിടുന്ന് കൊണ്ടുപോകണം. അല്ലെ ഞാൻ തലയിലൊക്കെ തേച്ച് തീരാനായി കേട്ടോ. പിന്നെ ഇതാ നിറച്ചും വെണ്ട നട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചി അവിടെ ഒരുങ്ങുവാണേ. ഇതാ വെണ്ടയാണ് നിറച്ചുള്ളത്. നിറച്ചും വെണ്ടയുണ്ട്. ഇതിന് ഭയങ്കര കൃഷിയാട്ടോ ഇവിടെ. ചേച്ചി നല്ലൊരു കൃഷിക്കാരിയാണ്. അച്ഛൻ നല്ല കൃഷി ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ ചേച്ചി നല്ല കൃഷീൻ്റെ ആളാട്ടോ. എല്ലാം കൃഷി ചെയ്തു വെക്കും കേട്ടോ. ഇതാ കൂട്ടുകാരെ അമ്മ കേട്ടോ. അമ്മ ഹായ് പറഞ്ഞേ. അമ്മ ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഇതാ അടുത്ത വീട്ടിലെ ചേച്ചിയാണ്. ചേച്ചി ഒരു ഹായ് കൊടുത്തേ. ഇതാ നമ്മുടെ സുരി ചേച്ചി പാല് കാച്ചുന്നു. ചേച്ചി ഒരു ഹായ് പറഞ്ഞേക്ക്. ഇത് നല്ല മഴ ആയതുകൊണ്ടേ ക്ലിയർ ഇല്ല കേട്ടോ. അത് നമ്മുടെ അടുക്കളയാണ്. ഇതാ അടുത്തയാൾ ഇതാ അവിടെ നിൽക്കുന്നു. ഇത് എൻ്റെ 2ാമത്തെ ചേച്ചിയാട്ടോ. ഞങ്ങൾ 6 പെണ്ണുങ്ങളാണ്, 2ാമത്തെ ആളാണിത്. അപ്പോൾ കൂട്ടുകാരെ, നല്ല മഴയുണ്ട്. ഈ മഴ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയത്. ഇത് കണ്ടോ, കൂവ കണ്ടോ. ഇത് നമ്മൾ വെള്ളം കുടിക്കുന്ന കൂവയില്ലേ, വെള്ളക്കൂവയാട്ടോ. അത് കണ്ടോ, നിറച്ചും പറമ്പിൽ നിറച്ചും ഉണ്ട് കേട്ടോ. ഉണ്ടോ. അതിൻ്റെ അകത്ത് ഇതാ ചേമ്പുണ്ട്, മഞ്ഞൾ നട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അത് പിന്നെ വാഴ, നമ്മുടെ മാവ്, അങ്ങനെ എല്ലാ സാധനവും. കുറച്ച് പറമ്പേ ഉള്ളൂ കേട്ടോ, റോഡ് സൈഡാണ്. എന്നിട്ട് എല്ലാ സാധനവും ഇവർ പിടിപ്പിക്കും കേട്ടോ. ഒക്കെ ചേച്ചി പിടിപ്പിക്കുന്ന കേട്ടോ. എൻ്റെ 2ാമത്തെ ചേച്ചിയാണ് ഇവിടെ അമ്മേൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ചേമ്പൊക്കെ ചെറിയ ചേമ്പാണ്. ഇത് കണ്ടില്ല, നിറച്ച് തെങ്ങിൻ്റെ ചൂട് നിറച്ച് നിൽക്കുന്നത്. അതായത് അപ്പുറത്തൊരു ചേന, അപ്പുറത്ത് ചേനയുണ്ട് കേട്ടോ. ഇതുണ്ടോ ചേന ഉണ്ടോ, ഉണ്ടോ, കുറേ ചേനയുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പുഴ സൈഡാണ്. ഒരു ഭാഗം പുഴയും ഒരു ഭാഗം റോഡുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ വാഴയൊക്കെ. നല്ല മഴയുണ്ട്. മഴ പെയ്യുമ്പോൾ ഫോൺ നനയുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് ഇറങ്ങി ചെന്നിട്ട് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം കേട്ടോ. പുഴ കാണിച്ചു തരാം കേട്ടോ. പുഴ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നിറച്ചും കലക്ക വെള്ളമാട്ടോ, കലക്കല നല്ല പോലെ. പിന്നെ ഇതാ ചിലിമ്പി ഉണ്ട് കേട്ടോ. ഇവിടെ ചിലിമ്പി കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ചിലിമ്പി എന്ന് പറഞ്ഞ ചിലിമ്പി മരം.
ഞങ്ങളൊക്കെ ചിലിമ്പി എന്നാണ് പറയുന്നത്, നിങ്ങളെന്താ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ ചിലിമ്പി എന്നൊക്കെ പറയൂ കേട്ടോ. ഇതൊക്കെ ഒരു മരം കണ്ടോ, ഈ മരത്തിൽ എന്ത് മരം നടത്തുന്നത്, നിറച്ചും കായുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നല്ലോ. ഇതെന്ത് മരമെന്നറിയാവോ? ഈ എന്താ വാഗ പോലെയൊക്കെ നിൽക്കുന്നതൊക്കെ നിറച്ചും കായാണ്. പച്ച ഉണങ്ങിയ കായും ഉണ്ട്, പച്ചക്കായും ഒക്കെ ഉണ്ട് കേട്ടോ, നിറച്ചുണ്ട്. ഇതാ ഉണ്ടോ നിൽക്കുന്നത്. എനിക്ക് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഈ മരം എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നോക്കിക്കേ കൂട്ടുകാരെ, കണ്ടോ പുഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ ഒഴുകുന്ന നോക്കിക്കേ. നല്ല കലക്കലായതുകൊണ്ട് ഒരു പേടിയാണ് താഴോട്ട് ഇറങ്ങിപ്പോകാൻ കേട്ടോ. നമ്മളിവിടുന്ന് സമ്മതിക്കരുത് താഴോട്ട് പോകാൻ. ഇതൊക്കെ എന്താ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ ബാത്റൂമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉരുൾപൊട്ടി പോയായിരുന്നു കേട്ടോ. അത്രയും വലിയ ഉരുൾപൊട്ടി വെള്ളം കയറിയിട്ട് പോയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ തിണ്ടൊക്കെ കെട്ടി ഈ വീട്ടിൽ എത്ര മഴ വന്നാലും നമുക്കിങ്ങോട്ട് വെള്ളമൊന്നും വരികയല്ല കേട്ടോ. കണ്ടോ ഇവിടെ ഞങ്ങൾ ഇറങ്ങി കുളിക്കുന്നതായിരുന്നേ. ഇപ്പം ഇങ്ങോട്ട് വരവ് തീരെ കുറവാട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ, 2 പുഴയായിട്ട് അപ്പുറത്ത് കൂടെ ഒന്ന് ഒഴുകുന്നുണ്ടോ. കണ്ടോ എന്ത് ഭംഗിയല്ലേ കേട്ടെ, എന്തൊരു ഭംഗിയല്ലേ. ഇതാണ് ഇങ്ങോട്ടൊക്കെ വന്നാൽ നല്ല മനോഹരമായ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മഴയായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മണ്ടയിലോട്ടൊക്കെ പോയാൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ കൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അതാ കേട്ടോ, അല്ല ഞാനിതെല്ലാം നിങ്ങളത് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു സൺഡേ വിശേഷങ്ങൾ. ഞാനിനി ഉച്ചയ്ക്ക് ശേഷം ചേട്ടൻ എന്നെ കൂട്ടാൻ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങ് പോകും കേട്ടോ. അപ്പം മഴയൊക്കെ ആയിരിക്കും, പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇന്നൊന്നും ഉൾപ്പെടുത്താനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.